നല്ല എരിവുള്ള പോത്തിൻകാൽ കറിയും പൊറോട്ടയും കഴിക്കാൻ ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? പോത്തിൻകാൽ രണ്ടെണ്ണം നന്നായി കഴുകിയെടുത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അടുപ്പിൽ വെക്കുക. അതിലേക്ക് ആവശ്യമായ 5 വലിയ ഉള്ളിയും 3 വലിയ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചും ചേർത്ത് അതിൻ്റെ കൂടെ ചേർത്ത് നന്നായി അടച്ചു വെക്കുക. വിറകടുപ്പിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അതിൽ ചേർക്കാനായി അരപ്പിനാവശ്യമായ ചേരുവകൾ നമുക്ക് റെഡിയാക്കാം. അത് ഞാനിവിടെ കാണിക്കാൻ മറന്നുപോയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനായി 150 ഗ്രാം ചെറിയ ഉള്ളിയും 3 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും 3 ടീസ്പൂൺ മട്ടൻ മസാലയും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചതച്ചതും 15 വറ്റൽ മുളകും 3 വലിയ പട്ടയും 8 ഗ്രാമ്പുവും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റി തണുത്ത ശേഷം മിക്സിയിൽ അരച്ചെടുക്കുക. ഇനി ഈ അരപ്പിനെ നമുക്ക് നന്നായി വെന്ത് വന്ന പോത്തിൻകാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ മൂടി പതുക്കെ തുറന്നു നോക്കുകയാണ്. നന്നായി ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട്. അത് കൊട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂറോളം ചെറിയ തീയിൽ അടുപ്പിൽ വേവിച്ചെടുത്തതാണ് ഇത്. അതിലേക്ക് നമ്മൾ ഈ അരപ്പിനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു കൈ നിറയെ ചെറിയ ഉള്ളിയും കരിവേപ്പിലയും വെളിച്ചെണ്ണയിൽ ചേർത്ത് വഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ നമ്മുടെ എരിവുള്ള പോത്തിൻകാൽ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പൊറോട്ടയോ കുബൂസോ ചോറോ ചേർത്ത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഇവിടെ എടുത്തിട്ടുള്ളത് കുബൂസും പൊറോട്ടയാണ്. അപ്പോൾ നമ്മൾ റയ്യാൻ മോന് വന്ന് അടുത്ത് നിൽക്കുന്നുണ്ട്. അവൻ എന്തുണ്ടാക്കിയാലും ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അവൻ പറയും അതിൻ്റെ ടേസ്റ്റ്, ഉപ്പ് മുളകൊക്കെ എത്ര വേണമെന്നുള്ള എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവൻ പറഞ്ഞു തരും. ഇനി ഇതിനെ കഴിക്കാനായി ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പല കലാപരിപാടികളും ആക്കലുണ്ട്. ഏട്ടനന്മാരെല്ലാം പിന്നെ ഒന്നിച്ചു കൂടുമ്പോൾ ഇതുപോലെ പോത്തിൻകാല്, ആട്ടിൻകാല്, അതുപോലെ കോഴിയൊക്കെ ചുട്ട് നിലൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളിതാ കഴിക്കാൻ വേണ്ടി സെർവ് ചെയ്യാൻ പോവാന്ന്. അപ്പോൾ തളുകയിലേക്ക് ഇതിനെ കോരി മാറ്റുകയാണ്. നന്നായി വെന്തിട്ടുണ്ട്. നല്ല പിന്നെ പറിച്ചെടുത്താൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. നന്നായിട്ട് ഇറച്ചിയുള്ള ഒരു കൊട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പോത്തിൻകാല് സ്പെഷ്യലായിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി കടക്കാർ ഇറച്ചിയോടുകൂടി നമുക്ക് കട്ട് ചെയ്ത് തരും. അതല്ലെങ്കിൽ സാധാരണ നമ്മൾ പോയി വാങ്ങുകയാണെങ്കിൽ വെറും കൊട്ട് എല്ല് മാത്രമേ കിട്ടുള്ളൂ. ഇതിൽ ഈ കാലിൻ്റെ മേലൊക്കെ നന്നായിട്ട് നമുക്ക് കടിച്ച് പറിക്കാനും മുട്ടി തിന്നാനൊക്കെ ഇഷ്ടംപോലെ ഇറച്ചി അതിൻ്റെ മേലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വിളമ്പുകയാണ്. പോത്തിൻകാൽ ചേർത്ത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കുബൂസും പൊറോട്ടയും പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ പോവാന്ന്.